നമസ്കാരം. സ്വാമിയെ ശരണയ്യപ്പ. ഞാൻ മണികണ്ഠൻ, തച്ചമ്പാറ ശ്രീ അയ്യപ്പ ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറിയും ക്ഷേത്ര നവീകരണ സമിതിയുടെ കൺവീനറും കൂടിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായി പല സ്റ്റേജുകളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിലുള്ള ശ്രീകോവിലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നാലമ്പലത്തിന് പുറത്തുള്ള ഭദ്രകാളി ശ്രീകോവിലിൻ്റെയും മുടപ്പള്ളി ഭഗവതി ശ്രീകോവിലിൻ്റെയും ചുമരുടെ വർക്കുകൾ പൂർണ്ണമായും കൃഷ്ണശില ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നാഗങ്ങള രക്ഷസ്, മുനീശ്വരൻ എന്നിവയുടെ ഉപദേവതകളുടെ തറകൾ പൂർണ്ണമായും കൃഷ്ണശില ഉപയോഗിച്ച് പൂർത്തീകരിച്ച വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞ മാർച്ച് 12-ന് ബാലാലയത്തേക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മാറ്റി സ്ഥാപിച്ചു. അയ്യപ്പൻ്റെ പഴയ ശ്രീകോവിൽ പൂർണ്ണമായും പൊളിച്ച് കുറ്റിയടിക്കുന്ന ഭാഗത്തിൽ മണ്ണ് നീക്കം ചെയ്ത് തയ്യാറായി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അയ്യപ്പൻ്റെ ശ്രീകോവിൽ പൂർണ്ണമായി പണി കഴിക്കുന്നതിന് ഒരു വലിയ തുക ആവശ്യമാണ്. മുൻകാലങ്ങളിൽ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച് അടുത്തൊരു വർഷത്തിനുള്ളിൽ 11 ദിവസം നീണ്ടു നിൽക്കുന്ന കലശാദി കർമ്മങ്ങൾ ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതനുസരിച്ച് താഴെ പറയുന്ന തുക അയ്യപ്പൻ്റെ ശ്രീകോവിൽ നിർമ്മാണത്തിൽ വളരെ എമർജൻസിയായി വേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് അയ്യപ്പൻ്റെ ശ്രീകോവിൽ പണി കഴിച്ച് ബാലാലയത്തിൽ നിന്ന് അയ്യപ്പ പ്രതിഷ്ഠയെ തിരിച്ചു പ്രതിഷ്ഠിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി